തിരുവനന്തപുരം പന്നിക്കുഴിയിലേക്ക് പോയാൽ അവിടെ വന്യമൃഗ ശല്യം കൊണ്ട് പൊറുതി മുട്ടുകയാണ് ജനങ്ങൾ. ജീവിതം ദുസ്സഹമാണെന്നും കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്നും പ്രദേശവാസികൾ പറയുകയാണ്. പ്രദേശത്ത് സോളാർ ഫെൻസിങ്ങോ കിടങ്ങുകളോ ഇല്ല. RRT ശക്തമല്ല എന്നും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുകൂടിയാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. റിനു ശ്രീധർ അവിടെ പോയി തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. തിരുവനന്തപുരം ജില്ലയിലെ വന്യമൃഗശല്യം രൂക്ഷമായിട്ടുള്ള പ്രദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മീനാങ്കല്ലെ പന്നിക്കുഴി മണ്ണാത്തിപ്പാറ എന്ന് പറയുന്ന സ്ഥലം. ആദിവാസി മേഖലയും ഒപ്പം നാട്ടുംപുറത്ത് സാധാരണക്കാർ താമസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. കർഷകരാണ് ഏറ്റവും കൂടുതൽ. പക്ഷേ കുട്ടികൾക്ക് സ്കൂളിൽ പോകുവാനോ കർഷകർക്ക് കൃഷി ചെയ്യുവാനോ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ ഇവിടെയുള്ളത്. ആനപ്പേടിയിൽ താമസിക്കുന്നവരാണ് ഇവിടുത്തെ നാട്ടുംപുറത്തുകാർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാട്ടുപോത്തും പന്നിയും വലിയ രീതിയിൽ ആക്രമണം നടത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഈ നാട്ടുകാർ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. ചേട്ടാ, ഇവിടുത്തെ ഈ വന്യമൃഗശല്യം എത്രമാത്രം രൂക്ഷമാണ്? അതിരൂക്ഷമെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രേടത്തിൽ ഒരു 1.5 ഏക്കർ സ്ഥലത്തെ വാഴ മൊത്തവും നശിപ്പിച്ചു. ഏകദേശം ഒരു 2-2.5 ലക്ഷം രൂപ വരെ നഷ്ടമുണ്ട്. അധികൃതർ എന്തെങ്കിലും തന്നോ? ഇതുവരെ ഇല്ല. പരാതികൾ കൊടുത്തിട്ടുണ്ട്. കൃഷി ഭവനിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഫോറസ്റ്റ് ഓഫീസിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൃഷി നശിപ്പിച്ച് സോളാർ കിട്ടുന്നു. സോളാറൊക്കെ ചവിട്ടി മെതിച്ചാണ് ഇത് പോകുന്നത്. ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലൊരു ഇടപെടലുണ്ടോ? കാരണം ഈ സോളാർ ഫെൻസിങ്ങോ അല്ലെങ്കിൽ കിടങ്ങോ നിർമ്മിച്ചിട്ടുണ്ടോ ഇവിടെ? ഒന്നുമില്ല. സർക്കാർ ഇതുവരെയ്ക്കും അതിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ആരും ചെയ്യുകയില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഈ അടിയന്തരമായി നിങ്ങളുടെ ആവശ്യം എന്താണ്? അടിയന്തര ആവശ്യം എന്ന് പറയുമ്പം ഇത് സോളാർ ഫെൻസിനും ഇത് ആന ഇറങ്ങാതിരിക്കുക. പിന്നെ ഇതിലേക്കാണ് ഇപ്പം നമ്മൾ രാത്രി സുഖമില്ലാതെ ഇതിലെ ആശുപത്രി താലൂക്ക് ആശുപത്രി ഇതിലെ വഴിയാണ് പോകുന്നത്. അപ്പോഴാണ് ഫോറസ്റ്റ് വഴി അതുവഴിയും പോകാൻ പറ്റില്ല. ഇപ്പോൾ ഇതുവഴിയും പോകാൻ പറ്റാത്ത ഗതിയിലാണ്. രാത്രി സുഖമായി കഴിഞ്ഞാൽ ഇവിടെ നെടുമങ്ങാട് കൊണ്ടുപോകാനുള്ള ഗതിയിൽ വന്നിരിക്കുകയാണ്. ആനയും പോത്തും പന്നിയും മറ്റുള്ള ശല്യമാണ് അത്. ഈ സ്കൂൾ കുട്ടികളുടെയൊക്കെ അവസ്ഥ എന്താണ്? സ്കൂളിൽ പോകാൻ കഴിയുന്നുണ്ടോ അവർക്ക്? സ്കൂൾ കുട്ടികൾ ഇതിലെ മേമലയിൽ നിന്ന് ഇതിലെ മീനാങ്കൽ ട്രൈബൽ ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. പക്ഷേ ഇതിലെ വരാൻ അവരെ കൊണ്ട് പറ്റണില്ല. ആനയും പോത്തും കുരങ്ങനും എല്ലാം വീട്ടിൻ്റെ പുറത്തൂടെയാണ് കുരങ്ങനെടുത്ത് ചാടുന്നത്. കുരങ്ങ് ശല്യം ഭയങ്കര ശല്യമാണ്. ഇപ്പം ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു 10 എണ്ണം ഉണ്ട് കുരങ്ങ്. ഒരു സാധനം പോലും വീട്ടിനകത്ത് വയ്ക്കാനോ ഡോർ ഫ്രണ്ടിൽ തുറന്നിടാനോ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ജീവിതം. ഇങ്ങനെയാണ്. ആനപ്പേടി ഒരു വശത്ത്, കുരങ്ങിനെ പേടിക്കണം, പന്നിയെ പേടിക്കണം, ഒപ്പം കാട്ടുപോത്തിനെ പേടിക്കണം. ഇങ്ങനെ ജീവിച്ച് ജീവിതം തീർക്കുന്ന ഒരു നാട്ടുകാരാണ് എന്നോടൊപ്പം ഉള്ളത്. അടിയന്തരമായി ഇതിൽ ഇടപെടേണ്ടതുണ്ട്. RRT സംഘത്തിൻ്റെ ഒരു അപര്യാപ്തതയുണ്ട്. അവർ ശക്തമല്ല എന്നുള്ളതാണ് പറയുന്നത്. ഫോറസ്റ്റ് അധികൃതരോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാതിയോ പരിഭവമോ പറഞ്ഞാൽ അവർ വന്ന് നോക്കി തിരികെ പോകുന്ന സാഹചര്യമാണ് എന്നുള്ളത് ഇവർ പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഒരു സോളാർ ഫെൻസിങ് വേണം. ഇവിടെ പേപ്പാറ വനത്തിന് തൊട്ട് അതിർത്തി ഗ്രാമം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ സോളാർ ഫെൻസിങ് വേണം, കിടങ്ങ് നിർമ്മിക്കണം. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ വന്യമൃഗശല്യത്തിൽ നിന്ന് ഇവർക്ക് കരകയറാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇവർക്ക് ഉള്ളത്.